നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സാറ് നേരത്തെ വീട്ടിലേക്ക് പോയെന്നാണല്ലോ എന്നോട് മുക്ത മാഡം പറഞ്ഞത്. മോൻ സർ, മുക്തയോടും അരവിന്ദനോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് വരുന്നത് വരെ നിങ്ങളുടെ പ്രൊഡക്ഷൻ ഹെഡ് ഒരു അക്ഷരം മിണ്ടരുത്. കൈലാഷ് പോയില്ലേ? ഞാൻ നേരത്തെ പോകുമെന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങൾ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയത്. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ? ഇത്തവണ വിഷുവിന് ബോണസ് ആയിട്ട് എത്ര രൂപയാ കൊടുക്കുന്നത്? സാറ് ചോദിച്ചതിന് മറുപടി പറ മേഡം. മിണ്ടാതിരുന്നോളാം. ഓ, താൻ ആരെയായി പേടിപ്പിക്കുന്ന? എന്റെ മുമ്പിൽ തന്റെ ഷോയൊന്നും വേണ്ട. ഞാൻ സംസാരിക്കുമ്പോ അടങ്ങി നിന്നോണം. എന്ത് ഇത്ര ചിരിക്കാൻ? ഞങ്ങളെന്താ ഇവിടെ കോമഡി പറയണോ? യൂസ്ലെസ് ഫെലോസ്. വാട്ട്സ് ഇസ് കൈലാഷ്? ഒരു പ്രൊഡക്ഷൻ ഹെഡിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നമ്മൾ ഇയാളെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തിയ പിന്നെ തൊഴിലാളികൾ ഇയാൾ പറയുന്നത് കേൾക്കുമോ? എന്തൊക്കെ പറഞ്ഞാലും കർണാരൻ നമ്മുടെ കമ്പനിയിലെ സീനിയർ സ്റ്റാഫ് അല്ലേ. ബോണസിനെ പറ്റി ഇങ്ങനെ എല്ലാവരും മുമ്പിൽ വെച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഓഫീസിൽ നിന്ന് സംസാരിക്കാം. ഇത് തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയമല്ലേ, അപ്പോ അവരുടെ മുന്നിൽ വെച്ച് വേണ്ട ചർച്ച ചെയ്യാൻ. അത് ന്യായം. കണ്ടില്ലേ, ഒരു മാനേഴ്സും ഇല്ലാതെ ഇടയ്ക്കറി സംസാരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇവറ്റകളുടെ മുന്നിൽ വെച്ച് സംസാരിക്കേണ്ടെന്ന് പറയുന്നത്. കൈലാഷ് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഇവർ ഇത്രയും ഷോ കാണിക്കുന്നത്. കുറച്ച് ഫ്രീഡം കൊടുത്താ ഇവര് നിന്റെ തലയെ കയറിയിരുന്ന് നിരങ്ങും. ഇതുകൊണ്ടാണ് കൈലാഷിനോട് അങ്കിൾ പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞത്. Shut up, മുക്ത. ഞാൻ ഈ കമ്പനിയുടെ MD ആണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് മുക്ത അല്ല തീരുമാനിക്കുന്ന. കൈലാഷ്, ജസ്റ്റ് റിലാക്സ്. ഇവളോട് പറഞ്ഞ തന്നെയാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. അതിരെ വിട്ട് കളിക്കരുത്. ഈ നിൽക്കുന്നവരെല്ലാം PKR കമ്പനിയുടെ തൊഴിലാളികളാ. ഇവര് അതുങ്ങൾ ഇതുങ്ങളെന്ന് വിളിച്ച് അപമാനിച്ച അത് ഈ കമ്പനി അപമാനിക്കുന്നതിന് തുല്യമാണ്. ചോദിച്ചു വാങ്ങിയപ്പോ സന്തോഷമായി കാണും. ആരോട് ചോദിച്ചിട്ടാ ബോണസ് 1000 രൂപയ്ക്ക് കുറച്ചത്? മുക്തയോടാണ് ചോദിച്ചത്. കഴിഞ്ഞ മാസം കമ്പനി ലോസിലായത് കൈലാഷിന് അറിയാലോ. ഇത്തവണ സ്ഥിരം കൊടുക്കാറുള്ളത് പോലെ ബോണസ് കൊടുത്താം അത് കമ്പനിയുടെ പ്രോഫിറ്റിനെ അഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് മാനേജ്മെന്റിൽ എല്ലാവരും ചേർന്ന് ബോണസ് കുറയ്ക്കാൻ തീരുമാനിച്ചത്. ഓ, അങ്ങനെയാണല്ലേ? ആ, അതെ. മാനേജ്മെന്റിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള അവകാശം ഡാഡിക്കല്ലേ ഉള്ളത്. അപ്പോ ബോണസ് കുറയ്ക്കാനുള്ള തീരുമാനം നിങ്ങൾ ഡാഡി അറിയിച്ചു കാണുമല്ലോ. ഡാഡിയെ വിളിച്ച് അതൊന്ന് ഉറപ്പിച്ചാലോ? ഇതൊക്കെ എന്തിനാ അങ്കിളിനെ അറിയിക്കുന്നേ? വെറുതെ എന്തിനാ അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? കൈലാഷ്, അങ്കിള് ബിസി ആയിരിക്കും. നമുക്ക് സംസാരിച്ച് ഒരു ഡിസിഷൻ എടുത്താ പോരെ? പോരല്ലോ, ഈ കമ്പനിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അദ്ദേഹം കൂടി അറിയണ്ടേ. എന്നേക്കാൾ നന്നായി നിങ്ങൾ കമ്പനി നോക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും വലുത് തൊഴിലാളികളുടെ ക്ഷേമം. അതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും അദ്ദേഹം സമയം മാറ്റി വെക്കും. എന്താ പറഞ്ഞേ? ഡാഡി, കഴിഞ്ഞ മാസത്തെ നഷ്ടം നികത്താൻ ഇപ്രാവശ്യത്തെ ബോണസ് കുറയ്ക്കാൻ ഡാഡി പറഞ്ഞിരുന്നു. മുക്തയും അരവിന്ദും കരുണാകരനും ഒക്കെ പറയുന്നത് ഇത് ഡാഡി കൂടി എടുത്ത തീരുമാനമാണെന്ന്. വാട്ട് നോൺസെൻസ്! കമ്പനി നഷ്ടത്തിലായതിന് തൊഴിലാളികൾ എന്ത് പഴിച്ചു?
നമ്മളെപ്പോലെ വലിയൊരു കമ്പനിക്ക് തൊഴിലാളികളുടെ ബോണസ് പിടിച്ചിട്ട് വേണോ ലാഭം ഉണ്ടാക്കാൻ? ഇറ്റ്സ് സോ ചീപ്പ്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലെന്ന് അറിയില്ലേ? എനിക്കറിയാം ഡാഡി, പക്ഷേ മുക്ത പറയുന്ന അങ്ങനെയല്ല. ഫോൺ അവൾക്ക് കൊടുക്ക്. ഓക്കെ ഡാഡി. ദാ. ഏയ്, സ്പീക്കർ ഇട്ടെന്നെ സംസാരിച്ചാൽ മതി. അങ്കിൾ മുക്ത, അങ്കിൾ ഫോൺ സ്പീക്കറില്ല. യൂണിറ്റിലുള്ള എല്ലാരും ഇവിടെ ഉണ്ട്. ഓക്കെ. തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കുന്നത് നമ്മൾ അവരോട് കാണിക്കുന്ന ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ്. അവർക്കത് നിഷേധിച്ച് കിട്ടുന്ന ലാഭമൊന്നും നമുക്ക് വേണ്ട. ഇപ്പൊ തന്നെ എല്ലാവർക്കും 1 മാസത്തെ ശമ്പളം ബോണസായി കൊടുക്കണം. എന്നോട് ചോദിക്കാതെ സ്റ്റാഫുകളുടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. നിനക്ക് അതിനുള്ള അധികാരം ആരും തന്നിട്ടില്ല. മനസ്സിലായോ? മനസ്സിലായി അങ്കിൾ. കൈലാഷ്, യെസ് ഡാഡ്. നീ അവിടെ തന്നെ നിന്ന് എല്ലാവർക്കും ബോണസ് കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് പോയാൽ മതി. ഓക്കെ ഡാഡി. ഡാഡി പറഞ്ഞത് കേട്ടല്ലോ. 1/2 മണിക്കൂറിനുള്ളിൽ ഇവിടെയുള്ള എല്ലാവർക്കും 1 മാസത്തെ ശമ്പളം ബോണസായി കൊടുത്തിരിക്കണം. ഒരുപാട് നന്ദിയുണ്ട് ഏയ്, സർ. ഞാനാണ് പാർവതിയോട് നന്ദി പറയേണ്ടത്. കിട്ടുന്ന 1000 രൂപ വേണ്ടെന്ന് വെച്ച് സ്വന്തം അവകാശത്തിന് വേണ്ടി പാർവതി പോരാടാൻ തീരുമാനിച്ചതുകൊണ്ടാ ഇതെല്ലാം നടന്നത്. പാർവതിക്ക് എല്ലാവരും ഒരു കൈയ്യോട് കൊടുത്തേ. അമ്മേ, ഇടി വഴക്കളി, ഇങ്ങ വന്നേ. എന്താ മോനെ? ദാ, ഇത് അമ്മയ്ക്ക്. എന്താടാ ഇത്? ഇടി, ഇത് നിനക്ക്. ഇതിനൊക്കെ നല്ല വിലയായി കാണുമല്ലോ. അതിനെക്കുറിച്ച് അമ്മ എന്തിനാ ആലോചിക്കുന്നേ? ഇഷ്ടപ്പെട്ടോന്ന് മാത്രം നോക്കിയാ മതി. ഒരുപാട് ഇഷ്ടപ്പെട്ടു മോനെ. നിന്നോട് ഇനി പ്രത്യേകം ചോദിക്കണോ? ഇഷ്ടപ്പെട്ടില്ലേ? കുറച്ചും കൂടി വിലയുള്ളത് വാങ്ങായിരുന്നു.